ശക്തമായ മഴയിൽ തൃശൂർ പറപ്പൂക്കര രാപ്പാൾ പള്ളത്ത് കുറുമാലിപ്പുഴയുടെ ബണ്ടിടിഞ്ഞു. ബണ്ടിനൊപ്പം പുഴയോരത്ത് നിന്നിരുന്ന 2 വൻമരങ്ങൾ പുഴയിലേക്ക് പതിച്ചു. മഴ ശക്തമാകുന്നതോടെ പുഴ ഗതിമാറി ഒഴുകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ശ്രീത്ത്, അവിടെയും ഇപ്പോഴും കനത്ത മഴയാണോ? അപ്പോൾ ഇതിന് ഈ മരം കടപുഴകി വീട് ഉണ്ടാകുന്ന വെള്ളക്കെട്ടിനുള്ള പരിഹാരം എന്താണ്? നിലവിൽ 2018-19 കാലഘട്ടത്തിൽ കൃത്യമായ രീതിയിൽ ഇവിടെ ബണ്ടിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് വലിയ തോതിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. 15 മീറ്ററോളം നീളത്തിലും 6 അടിയോളം ആഴത്തിലുമാണ് ബണ്ട് ഇടിഞ്ഞിട്ടുള്ളത്. കൂടുതലായി ബണ്ടിടിയുമെന്ന ആശങ്കയിൽ പ്രദേശവാസികളാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പുഴയ്ക്ക് കുറുകെ വീണുകിടക്കുന്ന വൻമരങ്ങൾ ഒഴുക്കിന് തടസ്സമാകുമെന്നും ബണ്ടിടിഞ്ഞ ഭാഗത്തേക്ക് വെള്ളമെത്തി കൂടുതൽ ബണ്ടിടിയാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ബണ്ട് തകർന്ന് പുഴ ഗതിമാറി ഒഴുകിയതിനാൽ പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതിനൊക്കെ അടിയന്തരമായൊരു പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ബണ്ട് പൂർണ്ണമായിട്ട് ഇനിയും ഇടിയുമോ എന്നൊരു ആശങ്കയിലാണ് ആ പ്രദേശത്തെ നാട്ടുകാരുള്ളത്. ഹാഷ്മി. ഓക്കെ, ശ്രീത്താണ് തൃശ്ശൂരിൽ നിന്നും ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.